കാർഷിക ഗ്രാമമായിരുന്ന നെടുമ്പാശ്ശേരി ഒരിക്കലും വിമാനത്താവളമാകുമെന്ന് ഇന്നാട്ടുകാർ വിശ്വസിച്ചിരുന്നില്ല. വിമാനത്താവളത്തിന്റെ വരവോടെ കരിയാടും ശ്രീമൂലനഗരവുമൊക്കെ വേർതിരിക്കപ്പെടുകയും ഈ ഗ്രാമം ലോകഭൂപടത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തെങ്കിലും ഇവിടുത്തെ ഗ്രാമീണർ കൃഷിയെ കൈവിടാൻ തയ്യാറായില്ല. അവരിൽ ഒരാളാണ് പെരുമറ്റത്തു പാറയിൽ പൗലോസ് മകൻ സാലു പോൾ. പാരമ്പര്യമായി വീതിച്ചു കിട്ടിയ ഒരേക്കർ ഭൂമിയിലും ബാക്കി സഹോദരന്മാരുടെ ഭൂമിയിലും സുഹൃത്തുക്കളുടെ തരിശുഭൂമിയിലുമാണ് സാലുവിന്റെ കൃഷിത്തോട്ടമുള്ളത്. വീട്ടുമുറ്റത്ത് കാന്താരി മുതൽ കറിവേപ്പില വരെയും പാട്ടഭൂമിയിൽ പൈനാപ്പിൾ മുതൽ പപ്പായ വരെയും കൃഷി ചെയ്യുന്നു. ഹൃദയശുദ്ധിക്ക് ഔഷധമായ കാന്താരിമുളകിനും വിപണിയിൽ ഏറെ ലാഭം തരുന്ന പപ്പായയ്ക്കും തുല്യ പരിഗണനയാണ് സാലുവും ഭാര്യ ലതിയും മക്കളായ ഇവനും നയനും നൽകിപ്പോരുന്നത്. ഭാര്യ ലതി തൊട്ടടുത്ത കോളേജിൽ അധ്യാപികയാണെങ്കിലും ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും കൃഷിയിടങ്ങളിൽ ചെലവിടുന്നു. കൃഷിയിലും ജീവിതത്തിലും ഒരേപോലെ പാരമ്പര്യ ശാസ്ത്രീയ രീതി പിന്തുടരുന്ന സാലു വീടിനോട് ചേർന്ന് കിടന്ന തന്റെ സഹോദരന്മാരുടെ തരിശുഭൂമിയിൽ റബ്ബർ നടാനാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി മികച്ച ഇനം റബ്ബർ തൈകൾ വാങ്ങി കാട് പിടിച്ചു കിടന്ന കുന്ന് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് ഇടിച്ചു നിരത്തിയ ശേഷം കുഴി താഴ്ത്തി റബ്ബർ നട്ടു. ഇടവിളയായി പൈനാപ്പിളും. പതിനാറാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിൽ നിന്നെത്തിയ പപ്പായ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഓമയ്ക്ക, കപ്ലങ്ങ, കപ്പയ്ക്ക എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. മാരക രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്ന മികച്ച ഒരു ഔഷധം കൂടിയാണ് പപ്പായ. ഇല മുതൽ വേരുവരെ ഗുണമുള്ള പപ്പായ സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിലും വ്യാപാര അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ പരീക്ഷിക്കുന്നത് അപൂർവമാണ്. ഈ കൃഷിയെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷമാണ് സാലു ഇവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ പപ്പായ കൃഷി ആരംഭിച്ചത്. പറമ്പ് കൊത്തിക്കിളച്ച് പരുവപ്പെടുത്തിയ ശേഷം മണ്ണിന് ആവശ്യമായ കുമ്മായമിട്ട് തടമെടുക്കുന്നു. അതിനുശേഷം ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, ആടിന്റെ മൂത്രം എന്നിവ ആനുപാതിക അളവനുസരിച്ച് കൂട്ടിക്കലർത്തിയിടുന്നു. പപ്പായ നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് പപ്പായ നടാൻ നല്ലത്. വെള്ളക്കെട്ടുള്ള മണ്ണിൽ പപ്പായ ഒരിക്കലും പറ്റില്ല. നട്ട് വെച്ച് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നടന്നാൽ നല്ലത്. കാരണം ഒരു 3 അടി പൊക്കത്തിൽ വെച്ച് തന്നെ കായ്ക്കും. അപ്പോൾ അധികം തൈ വലുതായി കഴിഞ്ഞാൽ വീണ്ടും പൊക്കം കൂടും. വളരെ ചെറിയൊരു ചാല് കയറി അതിനകത്ത് ജൈവവളങ്ങളിട്ട് എല്ലുപൊടി, വേപ്പിൻപിണ്ണാക്കൊക്കെ കൂടുതലിടുന്നത് വളരെ നല്ലതാണ്. നട്ട് കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും അത് കാച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റെർലിങ്ങിൻ്റെ ഒരു ജീവാണു വളമാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് വളരെ വളരെ നല്ല വളമാണ്. 19 എൻ്റെ മൂലകം. അതടങ്ങിയ ഒരു സ്റ്റെർലിങ്ങിൻ്റെ വളമാണ് ഞാൻ കൊടുക്കുന്നത്. ആ വളം 14 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പിന്നെ വേറെ വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ടി വരില്ല, ജൈവവളം നന്നായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട കർഷകരിൽ ഒരാളാണ് ശ്രീ സാലു പോൾ. ഞാൻ ഏതാണ്ട് 3 വർഷങ്ങൾക്ക് സാലു പോളിനെ നേരത്തെ എനിക്ക് അറിയാമെങ്കിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് സാലു പോളിനെ, പ്രത്യേകിച്ച് കൃഷിഭവന്റെ വിവിധ ധനസഹായങ്ങൾ കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് സാലു പോളിനെ കൊണ്ടുവരാൻ സാധിച്ചത് ഹൈടെക് കൃഷിയിലൂടെയാണ്. സാലു പോളിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മാനസിക സാലു പോളും സാലിന്റെ കുടുംബവും ഈ കൃഷിയിൽ തുടർന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും വളരെയധികം സന്തോഷം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ കാർഷിക മേഖല. അതുകൊണ്ട് തന്നെ സാലു പോൾ കൂടുതൽ മേഖലയിലേക്ക്, ഈ കാണുന്ന പറമ്പ് മാത്രമല്ല പുറമേയുള്ള മറ്റു സ്ഥലങ്ങളിലും സാലം പാട്ടത്തിനെടുത്ത് മറ്റേ പപ്പായയും അതുമാതിരി തന്നെ പൈനാപ്പിളും
ഒത്തിരി കൃഷികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ തുടർന്നും സാലു പോൾ നല്ല രീതിയിലുള്ള കാർഷിക രീതിയിലേക്ക് നയിക്കും. സാലു പോളിന്റെ കൃഷി കണ്ടിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള മറ്റ് പഞ്ചായത്തിൽ മാത്രമല്ല ഈ ബ്ലോക്കിൽ തന്നെയുള്ള അല്ലെങ്കിൽ ജില്ലയിൽ തന്നെയുള്ള പല കൃഷി ഉദ്യോഗസ്ഥന്മാരും ഈ സ്ഥലം സന്ദർശിക്കുകയും മിക്കവാറും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെ ഈ സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനമായിട്ട് സാലു മാറിക്കഴിഞ്ഞു. തുടർന്നും ഇതുമാതിരിയുള്ള നല്ല കൃഷികൾ സാലു പോളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനാവശ്യമായുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃഷിഭവൻ വഴി നൽകിയിട്ടുണ്ട്. മണ്ണുത്തിയിൽ നിന്നും ലഭിക്കുന്ന മികച്ച ഇനം പപ്പായ വിത്തുകൾ സ്വന്തം നഴ്സറിയിൽ മുളപ്പിച്ച് ചെടിപ്പരുവത്തിലാവുമ്പോൾ മുൻപൊരുക്കിയ തടത്തിൽ പാകുന്നു. തടത്തിൽ ചാണകവും പച്ചിലയും മണ്ണും ചേർത്ത് മൂടുന്നു. തുടർന്നുള്ള ജലസേചനവും വളപ്രയോഗവും ആവശ്യാനുസരണം കുഴൽ വഴി നിയന്ത്രിക്കുന്നു. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ ചെടികളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ സ്വദേശം തായ്ലാന്റാണ്. പപ്പായയിൽ ആൺചെടികളും പെൺചെടികളും ഉണ്ട്. നീണ്ട കായ ഉള്ളത് ആൺചെടിയും ഗോളാകൃതിയിൽ നല്ല വലിപ്പത്തിലുള്ള ഫലം തരുന്നത് പെൺചെടിയുമാണ്. ആണും പെണ്ണും ഒരുമിച്ചെങ്കിൽ മാത്രമേ ലോകം നിലനിൽക്കൂ എന്ന പ്രപഞ്ച സത്യം പോലെ തന്നെയാണ് പപ്പായയുടെ കാര്യത്തിലും സംഭവിച്ചത്. ദൈവം കൂട്ടിച്ചേർത്ത ആണിനെയും പെണ്ണിനെയും കർഷകർ 2 പറമ്പുകളിലായി നട്ടപ്പോൾ വിളവിന്റെ കാര്യം ദയനീയമായി. വളർച്ചയും തഥൈവ. എന്നാൽ ഇവയെ ഒരുമിച്ച് നിർത്തിയപ്പോൾ വിളവ് 2 ഇരട്ടിയായി ഉയർന്നു. വളർച്ചയിലും ഒന്നിനൊന്ന് ഉഷാർ. നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന ഷീറ്റിന്റെ സാന്നിധ്യം മൂലം ഇവിടെയും കളകളുടെ നുഴഞ്ഞുകയറ്റം നിയന്ത്രിക്കാൻ കഴിയുന്നു. എല്ലായിടത്തും സാലുവിന്റെയും കുടുംബത്തിന്റെയും ശ്രദ്ധയുള്ളതിനാൽ രോഗങ്ങൾ പലപ്പോഴും ഒരു കൃഷിയെയും ബാധിക്കുന്നില്ല എന്നതാണ് സത്യം. രാവിലെയും വൈകുന്നേരം അത്യാവശ്യം കൃഷിക്കാര്യങ്ങളിൽ ഏതൊരു സ്ത്രീക്കും പങ്കുചേരാവുന്നതാണെന്ന് തെളിയിക്കാവുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടേത്. അടുക്കളയിലെ കുറേ പണികളെല്ലാം തീർന്നു കഴിയുമ്പോൾ കുറച്ച് സമയം, രാവിലെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂർ സമയം നമ്മൾ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇടപെറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയവും നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ പാകം ചെയ്തെടുക്കാവുന്ന ഏത് ജൈവ കൃഷിയിലോ അല്ലെങ്കിൽ വിഷരഹിതമായിട്ടുള്ള ആഹാര സാധനങ്ങൾ സമ്പാദിച്ച് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് തന്നെ നമ്മുടെ അടുക്കള വിഭവസമൃദ്ധമാക്കി തീർക്കാനായിട്ട് സാധിക്കും. കീടങ്ങളുടെയോ രോഗങ്ങളുടെയോ സാന്നിധ്യം അറിഞ്ഞാൽ ഉടൻ അത് മുളയിലെ നുള്ളിക്കളയുന്നു. മൈക്രോന്യൂട്രിയന്റെ കുറവ് നികത്താൻ സിങ്ക്, ബോറോൺ, കാൽസ്യം, മഗ്നീഷ്യം എന്നിവ കൂട്ടിക്കലർത്തി സ്പ്രേ ചെയ്തു കൊടുക്കുന്നു. ഇതുമൂലം പപ്പായയുടെ ഇലയിൽ വരുന്ന ഫംഗസുകളും മറ്റു രോഗങ്ങളും ഇല്ലാതെയാകും. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ മരത്തിൽ നിന്നും 2.5 വർഷം വരെ മികച്ച വിളവ് ലഭിക്കുന്നു. അടുത്ത കൃഷിക്കായി വീണ്ടും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെടികളെ മൊത്തമായി നശിപ്പിക്കുകയും നില ഒരുക്കുമ്പോൾ ഇതിന്റെ മരവും തണ്ടും ഇലയും കൃഷിക്ക് വളമായി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ വീടുകളിൽ കാണുന്ന സാധാരണ പപ്പായ പോലെ മാനം നോക്കി വളരുന്ന പ്രകൃതക്കാരല്ല റെഡ് ലേഡി ഇനത്തിൽപ്പെട്ടവർ. കർഷകന്റെ തോളോടൊപ്പം വളരാനാണ് ഇക്കൂട്ടർക്ക് ഏറെ പ്രിയം. അതുകൊണ്ട് തന്നെ വിളവെടുക്കാൻ പ്രത്യേകം തോട്ടിയോ ഏടാകൂടം പിടിച്ച ഏണികളോ ഒന്നും ആവശ്യമായി വരുന്നില്ല. പണിക്കാരുടെയും സേവനം ആവശ്യമില്ല. നമുക്ക് തന്നെ കൈയെത്തി പറിക്കാം. ഇതുവഴി പണിക്കൂലിയും അധ്വാനഭാരവും ലഘൂകരിക്കാം. ഓപ്പൺ കൃഷിയിൽ പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. പപ്പായ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കായുണ്ടായി നിൽക്കുന്നത്. പപ്പായാണ്. റെഡ് ലേഡി എന്ന പപ്പായ ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതിനെപ്പറ്റി ഞാൻ പേപ്പറിൽ വായിച്ചാണ് റെഡ് ലേഡിയെ പറ്റി മനസ്സിലാക്കിയത്. ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഈ പപ്പായ ഇരിക്കുന്നുണ്ടപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചത്. അങ്ങനെ നമ്മൾ മണ്ണുത്തിയിൽ കാർഷിക സർവകലാശാലയായി ബന്ധപ്പെട്ടും എൻ്റെ ഇവിടുത്തെ കൃഷി ഓഫീസർ രഞ്ജൻ സാറും അസിസ്റ്റന്റ് ഓഫീസർ മോഹൻ സാറുമാണ് എനിക്ക് ഇതിനകത്തേക്ക് എന്നെ വഴി തിരിച്ചു വിട്ടത്. ഞാൻ തായ്ലൻഡിൽ നിന്നുള്ള വിത്ത് ഇറക്കുമതി ചെയ്താണ് ഈ ഇത് മുളപ്പിച്ചെടുക്കാൻ സാധിച്ചത്. തൈ മുളപ്പിച്ച് ഇപ്പോൾ ഒരു 200 തൈയോളം എനിക്കുണ്ട്. നന്നായിട്ട് വിളവുണ്ടായിരുന്നു റെഡ് ലേഡി പപ്പായ. ഇതിൻ്റെ ഉരുണ്ട ഇനം പെണ്ണ് ജാതിയും നീണ്ട ഇനം ആൺ വർഗവുമാണ്. രണ്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാലേ കൂടുതൽ വിളവുണ്ടാവുകയുള്ളൂ. വളരെ ഔഷധ ഗുണമുള്ള ഇപ്പോഴത്തെ മാരകമായ പനികൾക്കും ക്യാൻസറിനും വരെ വളരെ ഉപയോഗപ്രദമാണെന്ന് ശാസ്ത്രലോകം ഇതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിത് മാർക്കറ്റ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്കമാലിയിൽ ഫ്രൂട്ട്സ് കടയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എത്രയുണ്ടായാലും അവർ അതെടുക്കും. 20 രൂപ വെച്ച് അവർ തരുന്നുണ്ട്. ഇതിന് പ്രധാനമായ അതിൻ്റെ രോഗം ഇതിൻ്റെ അടിയിൽ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി ചീഞ്ഞു പോകുന്നുള്ളതാണ്. പിന്നെ സൂഡോമോണാസ്, ബുവേറിയ തുടങ്ങിയ ജൈവ കീടനാശിനികളും ജൈവവളങ്ങളുമാണ് ഇതിന് പ്രധാനമായിട്ടും പ്രയോഗിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇട്ടിരിക്കുന്നത്.
വെള്ളവും വളവും എല്ലാം ട്രിപ്പിൽ കൂടിയാണ് മിക്കവാറും കൊടുക്കുന്നത്. എന്തായാലും പപ്പായ കൃഷി വളരെ ഒരു നല്ല സംരംഭമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. പറിച്ചെടുത്ത പപ്പായ 2 ദിവസം കൊണ്ട് നിറം വെച്ച് പഴുത്തു തുടങ്ങുകയാണ് പതിവ്. നല്ലത് തരംതിരിച്ച് വൃത്തിയായി തുടച്ച് പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷ്മമായി വണ്ടിയിൽ കയറ്റി തൊട്ടടുത്ത മാർക്കറ്റിൽ സാലു തന്നെയാണ് എത്തിക്കുന്നത്. ഒരു വിളവിൽ ഏതാണ്ട് 150 മുതൽ 200 കിലോ വരെ പപ്പായ ലഭിക്കുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് മാർക്കറ്റിംഗ്. കമ്പോള വില കിലോയ്ക്ക് 20 രൂപയാണ്. പപ്പായ നല്ല ആദായം തരുന്നതിനാൽ സുഹൃത്തായ ഏലിയാസിന്റെ പറമ്പിലേക്കും കൃഷി വ്യാപിപ്പിച്ചു. വിദേശത്തുള്ള ഏലിയാസിനും ഭാര്യ ലില്ലിക്കും തരിശ് ഭൂമി കൃഷി ചെയ്യുവാൻ കൊടുക്കുന്നതിൽ നിറഞ്ഞ സന്തോഷവും. ഞാനും സാലും തമ്മിലുള്ള ബന്ധം ഞങ്ങളുടെ നാട്ടുകാരെന്നുള്ള എനിക്ക് സുഹൃത്ത് ബന്ധത്തിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങൾ സാലുമായിട്ട് കഴിയുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ബഹറിലാണ്. ബഹറിൽ ഞാൻ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ സ്ഥലം കുറേ നാളുകളായിട്ട് തരിശായിട്ട് കിടക്കുകയാണ്. ആ കിടക്കുന്നത് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ തരിശായ സ്ഥലം സാലുവിന് ഫ്രീ ആയിട്ട് കൃഷി ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് സാലു ഈ കൃഷി സ്ഥലത്ത് വാഴ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഇപ്പോൾ പപ്പായ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു. വീട്ടാവശ്യത്തിനായിട്ടുള്ള മുട്ടയ്ക്കായി നാടനിനത്തിലും അല്ലാത്തതുമായ കോഴികളെയും പരിപാലിച്ചു പോരുന്നു. ഇതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളിൽ തന്നെ പ്രത്യേകം കൂടുകൾ തയ്യാറാക്കി ആടുകളെയും പരിപാലിക്കുന്നു. സിരോഹിയും ജമുനാപാരിയും ഇനത്തിൽപ്പെട്ടവ. ഇവരെ അഴിച്ചുവിട്ടാൽ ചെടികൾ തിന്നു നശിപ്പിക്കും എന്നതിനാൽ ഇവർക്ക് നടക്കാനും ഓടാനും ഇവിടെ ഇടനാഴികൾ പോലെ വേലി കെട്ടി തിരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് മൊത്തം കൃഷിയുടെ കാവൽക്കാരായി തനി നാടൻ നായ്ക്കളായ ടിക്കുവും ടിൻഡുവും ഉണ്ട്. വൈകുന്നേരം കുട്ടികളും ആടുകളും ചേർന്നുള്ള അല്പം കളികളും നേരം പോക്കും ഇവിടെ പതിവ് കാഴ്ചകളാണ്. അലങ്കാര മത്സ്യങ്ങളെ വീടിനകത്ത് തയ്യാറാക്കിയ ജലാശയത്തിൽ പരിപാലിക്കുന്നു. എത്ര നേരം കണ്ടിരുന്നാലും മതിവരാത്ത കാഴ്ചയാണിത്. നടുമുറ്റത്തോടിക്കളിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ. മഴവെള്ളത്തിലാണ് ഇവയെ സംരക്ഷിച്ചിട്ടുള്ളത്. മേൽക്കൂരയിലെ പാളി നീക്കിയാൽ പുറത്തെ മഴവെള്ളം അകത്ത് ലഭിക്കും. വെള്ളം ജലാശയത്തിൽ തങ്ങി നിൽക്കാതെ പുറത്തേക്ക് ഒഴുകാനും സംവിധാനമുണ്ട്. ഈ വെള്ളം ചെന്ന് നിറയുന്നതോ മറ്റൊരു മത്സ്യക്കുളത്തിലേക്ക്. വിവിധയിനം അലങ്കാര ചെടികൾ കൊണ്ട് സമ്പന്നമാണ് ഈ വീടിന്റെ മുറ്റം. ഇത് പൂർണ്ണമായും നോക്കി നടത്തുന്നതാവട്ടെ ലതിയും കുട്ടികളും. നാട്ടിലെ അറിയപ്പെടുന്ന ഫുട്ബോളറും നാടകപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട സാലു പോൾ കൃഷിയോടൊപ്പം നാട്ടുകാരെയും സഹകരിപ്പിച്ച് കുടുംബ കൂട്ടായ്മയിലൂടെ കാറ്ററിംഗ് യൂണിറ്റ് നടത്തിവരുന്നുണ്ട്. മാസം തോറുമുള്ള കർഷകരുടെ മീറ്റിംഗിലൂടെ അവരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് നിവൃത്തി കണ്ടെത്തുവാനും കഴിയും. 6.5 എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം എല്ലാ യോഗങ്ങളിലും കലാകായിക രംഗത്തെ പ്രമുഖരെ വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചു വരുത്താറുണ്ട്. അംഗങ്ങളും അതിഥികളും തമ്മിലുള്ള ആശയ കൈമാറ്റം പലപ്പോഴും നാട്ടുകാർക്ക് കൃഷിക്കപ്പുറം മറ്റൊരു പുതിയ അനുഭവമായി മാറുന്നു.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ കൃഷി വികസന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നാളെ ആരംഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. 2015 കൃഷി ചെയ്തതോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ റബ്ബർ കർഷകരിൽ നിന്ന് റബ്ബർ ബോർഡിന്റെ റബ്ബർ കൃഷി വികസന ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും അപേക്ഷാ ഫോറവും റബ്ബർ ബോർഡിന്റെ ഓഫീസുകളിലും വെബ്സൈറ്റിലും ലഭ്യമാണ്. അതത് വർഷം കൃഷി ചെയ്യുന്നതുൾപ്പെടെ 5 ഹെക്ടറിൽ കവിയാതെ റബ്ബർ കൃഷിയുള്ള കർഷകർക്ക് പരമാവധി 2 ഹെക്ടർ വരെയോ പുതുകൃഷിയോ ആവർത്തന കൃഷിയോ ചെയ്യുന്നതിന് ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. ഹെക്ടർ 1-ന് 25,000 രൂപ നിരക്കിലാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.rubberboard.org.in. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ അടുത്ത ഘട്ടം 2015 ഒക്ടോബർ 7 മുതൽ നവംബർ 4 വരെ നടപ്പിലാക്കുകയാണ്. പശു, എരുമ, പന്നി എന്നിവയെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണം. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിച്ചും ഉരുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തും. ഇതിനായി സംസ്ഥാനത്തുടനീളം 1929 സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഉരുക്കളെ കുത്തിവയ്ക്കുന്നതിന് സൗജന്യ നിരക്കായ 5 രൂപ ഈടാക്കുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ ഓച്ചിറയിലുള്ള പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരസംഘം ലാബ് അസിസ്റ്റന്റുമാർക്കായി ഈ മാസം 19 മുതൽ 21 വരെ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0476 2 698 550. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 8-ന് കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 2 375 885. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ ആടുകളുടെ പരിപാലനം എന്ന വിഷയത്തിൽ ഒക്ടോബർ 15-ന് കർഷകർക്കായി പരിശീലനം നൽകുന്നു. ആട് ഫാമുകളുടെ നിർമ്മാണം, ആടുകളുടെ പ്രജനനം, തീറ്റക്രമം, ആടിന്റെ പാലുൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ ഉണ്ടായിരിക്കും. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനും പേ രജിസ്റ്റർ ചെയ്യുന്നതിനും വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 0487 2 370 773. മറ്റൊരു നമ്പർ 9061 2 97512. മെയിൽ ഐ ഡി agrifarmhousekerala@gmail.com. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 10,900 രൂപ, കോഴിക്കോട് 11,600 രൂപ, തൃശൂർ 10,700 രൂപ, കൊപ്ര കൊച്ചി 7,355 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,290 രൂപ. കുരുമുളക് അൺഗാബിൾഡ് കിൻഡലിന് 63,300 രൂപ, ഗാബിൾഡ് 66,300 രൂപ, ചുക്ക് മീഡിയം 19,000 രൂപ, ബെസ്റ്റ് 20,500 രൂപ. മഞ്ഞൾ സേലം 7,700 രൂപ, ഈറോഡ് 8,000 രൂപ, അടയ്ക്ക 21,500 രൂപ മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,250 രൂപ, RSS 4ാം ഗ്രേഡ് 11,350 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,250 രൂപ, RSS 4ാം ഗ്രേഡ് 11,375 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 10,900 രൂപ, കൊപ്ര 7,355 രൂപ,
പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2400 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 63300 രൂപ, ഗാബിൾഡ് 66300 രൂപ, ചുക്ക് മീഡിയം 19000 രൂപ, ബെസ്റ്റ് 20500 രൂപ, അടയ്ക്ക പുതിയത് 21500 രൂപ മുതൽ 25000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 രൂപ മുതൽ 200 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 325 രൂപ മുതൽ 360 രൂപ വരെ, ജാതിപത്രി 550 രൂപ മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു 830 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 11250 രൂപ, RSS 4ാം ഗ്രേഡ് 11350 രൂപ, ഒട്ടുപാൽ 7600 രൂപ, ലാറ്റക്സ് 8400 രൂപ. കമ്പോള അവലോകനം. ഏലക്ക വിലയിൽ കുതിച്ചുചാട്ടം. ഇന്ന് കൊച്ചിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾക്ക് കിലോഗ്രാമിന് 1033 രൂപ ലഭ്യമായി. കയറ്റുമതിക്കാരിൽ നിന്നും ആഭ്യന്തര വ്യാപാരികളിൽ നിന്നുമുള്ള വാങ്ങൽ താൽപര്യം ശക്തമായിരുന്നു. ശരാശരി ഇനങ്ങൾ കിലോ 661 രൂപയിലാണ്. മൊത്തം 93,043 കിലോ ഏലക്ക ലേലം കൊണ്ടു. നാളികേരത്തിന്റെയും കൊപ്രയുടെയും വരവ് ചുരുങ്ങിയതിനാൽ നിരക്ക് മെച്ചപ്പെടാം. മലബാർ മേഖലയിൽ കൊപ്ര നീക്കം കുറഞ്ഞതുമൂലം പ്രമുഖ വിപണികളിൽ എണ്ണവില സ്റ്റഡിയായി നിലകൊണ്ടു. ടയർ നിർമ്മാതാക്കൾ കോട്ടയത്തും മലബാർ മേഖലയിലും നിലയുറപ്പിച്ചതോടെ റബ്ബർ ഷീറ്റ് വില ഉയരാനുള്ള സാധ്യത തെളിയുന്നു. അനുകൂല കാലാവസ്ഥയിൽ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു വിഭാഗം ഉൽപാദകർ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുരുമുളകിന് പുതിയ ഓർഡറുകൾ എത്താത്തതിനാൽ കയറ്റുമതിക്കാർ ചരക്ക് സംഭരണം കുറച്ചു. ഗാബിൾഡ് കുരുമുളക് കിലോ 663 രൂപയിലാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.3. കോഴിക്കോട് 32.2 24, കൊച്ചി 27 24, ആലപ്പുഴ 29 23.9, പുനലൂർ 30.2 22.2, തിരുവനന്തപുരം 29.7 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.